എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് എന്റെ ബുള്ളറ്റ് മുളകിന്റെ അടുത്താണ്. അപ്പൊ ബുള്ളറ്റ് മുളക് കഴിഞ്ഞ ആഴ്ച നമ്മ വിളവെടുത്തിരുന്ന് അത് വെച്ചിട്ട് നമ്മ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ബുള്ളറ്റ് മുളക് നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ എപ്പോഴെപ്പോഴും വിളവെടുത്തോണ്ടിരിക്കാം. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല, ബുള്ളറ്റ് മുളക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിളവെടുക്കാം. അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ. കണ്ട, ഇഷ്ടംപോലെ മുളകാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കണതും പൂവിടണതും ചെറിയ മുളകൊക്കെ ആയിട്ട്. നമുക്ക് ബുള്ളറ്റ് മുളക് നട്ട് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ നമുക്ക് വിളവെടുത്തോണ്ടിരിക്കുക. നമ്മൾ താഴെയാണ് നട്ടേക്കണത്. അപ്പൊ നമുക്ക് കണ്ട കുറച്ച് മുളക് നമുക്ക് പറിച്ചെടുക്കണ്ട. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മ മുളക് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ഈ മുളക് നട്ടാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ബാക്കി നമുക്ക് കൊണ്ടാട്ടമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാല് മഴക്കാലമൊക്കെ വരുമ്പോ നമുക്ക് അത് എത്ര നാൾ വേണമെങ്കിലും കേടാകാണ്ടിരുന്നോളും. അപ്പൊ നമുക്ക് മഴയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മുളകില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് നമുക്കറിയാലോ, നല്ല ഉപ്പായിരിക്കുള്ളൂ, ഉപ്പ് മാത്രമേ ഇടുള്ളൂ. നമ്മ ഉണ്ടാക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ തൈരും ഉപ്പൊക്കെ ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും ഇതങ്ങനെയാണ്. നമ്മ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോ നമ്മ നല്ല വൃത്തിയിൽ ഉടക്കിയും ഒക്കെയുള്ള നമ്മ ഉപയോഗിക്കുള്ളൂ. കടയിൽ നിന്ന് മേടിക്കണേന്ന് വെച്ചാൽ അവരെവിടെയൊക്കെ ഇട്ടാ ഉടക്കിയെന്നൊന്നും നമുക്കറിയാൻ പറ്റൂല. അപ്പൊ ഇതേപോലെ നമുക്കൊരു 3-4 മുളകും തൈ നട്ട് കഴിഞ്ഞാല് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കൊണ്ടാട്ടമൊക്കെ ആക്കി വെക്കുകയും ചെയ്യാം. കണ്ട, ഇഷ്ടം പോലെ മുളക് എന്ന് പറഞ്ഞാലേ പൊട്ടിക്കാനൊന്നും ഒരു പ്രയാസമില്ല. നമ്മുടെ സാധാ നമുക്ക് കാന്താരി മുളകൊക്കെ നടുമ്പോൾ അതിന് പൊട്ടിക്കാം. ഇത് നല്ല എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും. വിളവെടുക്കാനൊക്കെ എളുപ്പമാണ്. വലിയൊരു പരിചരണങ്ങൾ വേണ്ട ഈ മുളകിനട്ടാ. സാധാ മുളകിന്റെ പരിചരണങ്ങളൊന്നും ബുള്ളറ്റ് മുളകിന് ആവശ്യമില്ല. വലിയതായിട്ടുള്ള കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും മുളക് ഇഷ്ടം പോലെ കിട്ടും ഇതേ നട്ട് കഴിഞ്ഞാല്. അപ്പൊ ഇതേപോലെ കണ്ട, ഇതിപ്പോ താഴെ കൊറേ മുളകും തൈയാണ് ഞങ്ങൾ നട്ടേക്കണത്. വാരം കോരിയായിട്ട് നട്ടതാണ്. അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മ പരിചരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലാണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മ ഒന്നും ചെയ്യൊന്നും വേണ്ട. അല്ലാണ്ട് തന്നെ നന്നായിട്ട് മുളക് കായ്ച്ചിട്ടും. ഇനിയിപ്പൊ നമ്മ ഈ മുളകൊക്കെ നമ്മ പറിച്ച് കഴിഞ്ഞിട്ട് നമ്മ എന്തെങ്കിലും സ്ലേറിയില്ലേ, കടലപ്പിണ്ണാക്കിന്റെ സ്ലേറിയാ എന്തെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് വീണ്ടും നന്നായിട്ട് കായ്ച്ചോളൂ കേട്ടാ. നമ്മ എപ്പോഴും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എന്തെങ്കിലും സ്ലേറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മുളക് വീണ്ടും നന്നായിട്ട് പൂവിട്ട് കായ്ച്ചോളും. കണ്ട, വിളവെടുപ്പ് എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മുളകൊക്കെ പറിച്ചെടുക്കുമ്പോ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും മുളക് കൃഷിയാണ് ഭയങ്കര ഇഷ്ടം. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വിത്ത് മേടിക്കണവരൊക്കെ മുളകിന്റെ വിത്തുകളാണ് എല്ലാവരും കൂടുതലായിട്ട് ചോദിക്കണത്. കാരണം വെറൈറ്റി മുളകുകളൊക്കെ നടണവരാണ് എല്ലാവരും. ഈ ടെറസിലൊക്കെ കൃഷി ചെയ്യണവരൊക്കെ മുളകാണ് കൂടുതലും ചെയ്യണത്. കാരണം ഇത് ഉണ്ടായി കിടക്കണത് കാണാനൊരു ഭംഗിയാണല്ലോ. നമ്മ കഴിച്ചില്ലെങ്കിൽ ഇത് ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ ഭംഗിയാണ്. ഇതേപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മരുന്നൊന്നും അടിക്കാത്ത, നമുക്കറിയാലോ കടകളിൽ നിന്ന് മേടിക്കണത് മുളകിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മരുന്നടിക്കണത്. കാരണം നമുക്കിത് കഴുകിയാൽ പോലും പോകൂല. അപ്പൊ നമുക്ക് കറിയിലൊക്കെ എല്ലാവരും ഡെയിലി കറിയിലൊക്കെ ഉപയോഗിക്കണ മുളകില്ലാത്ത കറികളില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമ്മുടെ വീട്ടില് നമുക്ക് ഇതേപോലെ വിഷമില്ലാത്ത മുളകും നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി മുളക് കൃഷി ശരിക്കും ചെയ്യാനായിട്ട്. വേറെ പ്രത്യേകിച്ച് വളങ്ങളാ ഒന്നും വേണ്ട. കാരണം മീൻ കഴുകണ വെള്ളം, കഞ്ഞിവെള്ളമൊക്കെ ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മുളക് കൃഷി ചെയ്യാം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വളങ്ങളൊന്നും ആവശ്യമില്ല. ഉണ്ട് ഇതേപോലെ. അപ്പൊ നമുക്ക് മുളകൊക്കെ ഒരുപാട് പൊട്ടിച്ചെടുക്കാം. ഇനി ഞാനിത് വെച്ച് കൊണ്ടാട്ടം തന്നെ ഉണ്ടാക്കി വെക്കുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാലോ. വേറെ സ്ഥലത്തൊക്കെ ഞാൻ ഈ മുളക് ഇതേപോലെ നട്ടിട്ടുണ്ട്. എല്ലാത്തുപോലും വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലൊക്കെ വിളവെടുക്കാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ വിളവെടുക്കേണ്ട.
ചെറിയ അധികം പൊക്കം വെക്കാത്ത മുളകാണ് ഈ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് വിളവ് തന്നെ എനോമാണ്. അപ്പൊ നമുക്ക് കണ്ട ഇതിന്റെ ഇപ്പൊ ബുള്ളറ്റ് മുളക് എന്നുള്ള പേര് വരാൻ കാര്യം ബുള്ളറ്റിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബുള്ളറ്റ് മുളക് എന്നുള്ള പേരുള്ളത് തന്നെ. നമുക്ക് ഇതേപോലെ കണ്ട നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ ഇഷ്ടം പോലെ മുളക് കിട്ടോട്ടാ. നമ്മ എപ്പോഴും മുളക് കൃഷി പൊതുവെ നമുക്ക് അല്പം സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തും ചെയ്യാൻ പറ്റിയാണ് മുളക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ സൂര്യപ്രകാശം ഉള്ളവർക്ക് നട്ട് കഴിഞ്ഞാലും നന്നായിട്ട് തന്നെ കീടങ്ങളുടെ ശല്യമൊക്കെ കുറവായിരിക്കും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾക്ക്. അത് ഏത് ചെടിയാണെങ്കിലും അങ്ങനെയാണ്. നമ്മ വെയിൽ കുറച്ച് കുറയുമ്പോഴാണ് കീടങ്ങള് അധികം കൂടണത്. വെയിലുള്ള സ്ഥലമാണെങ്കിൽ കീടങ്ങളൊക്കെ കുറവായിരിക്കും. നമ്മ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും വെയിലുള്ള സ്ഥലം നോക്കി വേണം ചെയ്യാനായിട്ട്. ഇത് വേനൽക്കാലത്ത് ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ സ്പ്രിംഗ്ലറാണ് ഇട്ട് നനക്കണത്. നനച്ച് കൊടുക്കണം. നമ്മ നനച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി വാടിപ്പോവും. നനക്കാൻ എപ്പോഴും ചെടികൾക്ക് ഈ സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നന കൊടുത്തോളണം. ഇത് മാത്രമല്ല, ചട്ടിയിലൊക്കെ ഞാൻ ബുള്ളറ്റ് മുളക് നട്ടിട്ടുണ്ട്. ചെടിച്ചട്ടിയിലും നട്ടിട്ടുണ്ട്. കണ്ട ഇതൊക്കെ നമ്മ ഇഷ്ടംപോലെ മുളക് നമുക്ക് ഇനി ഉണ്ടായിട്ട് ഇതുപോലെ പൊട്ടിക്കാനൊക്കെ. നമുക്ക് കുറച്ചൊക്കെ മാത്രമേ ഇപ്പൊ പൊട്ടിക്കാനുള്ളൂ. ഒരുപാട് പൊട്ടിക്കാനുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ പൊട്ടിച്ചാൽ മതിയല്ല. വേണ്ട ഒരുപാട് മുളക കിട്ടിയേക്കണത്. എല്ലാവരും ഇതേപോലെ മുളക് കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ നിന്നല്ല ഒരു 5 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വിളവെടുക്കാം. ചെടിച്ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് 2 മുളകിന്റെ തൈ വെച്ച് നട്ടാട്ട. ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ 2 എണ്ണം വെച്ച് നട്ടാലും കുഴപ്പമൊന്നുമില്ല. സ്ഥലം കുറഞ്ഞവർക്കും അപ്പൊ അധികം മുളകിന്റെ തൈ നമുക്ക് കൃഷി ചെയ്യാലോ. കാരണം ഇത് അധികം ഉയരത്തി പോണ മുളകൊന്നുമല്ല. ചെറിയ തൈമേൽ വരെ മുളക് ഉണ്ടാവുന്നതാണ്. ഒക്കെ ചെറിയ തൈയാണ്. ഇതുപോലൊക്കെ നമ്മൾ വിളവെടുത്തതാണ്. അപ്പൊ നമുക്ക് പഴുത്ത ബുള്ളറ്റ് മുളക് നമുക്ക് ഉണക്കി പൊടിച്ച് നമുക്ക് പൗഡറും ആക്കാട്ടാ. അപ്പൊ ഞാൻ പഴുക്കണത് അപ്പൊ തന്നെ കണ്ട ഇതേപോലെ ഉണക്കി വെക്കും. ഉണക്കി വെച്ചിട്ട് നമുക്ക് മുളക് പൊടിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ചെയ്ത് കണ്ട ഇത് വലിയ മുളകായതുകൊണ്ട് നമുക്ക് കുറച്ചുണ്ടെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സുഖമാണ്. അപ്പൊ പഴുത്തെന്ന് വിചാരിച്ച് ബുള്ളറ്റ് മുളക് നിങ്ങൾക്ക് ഇതേപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിമുളകൊക്കെ ചതക്കൂലേ, അതിന് ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് പൗഡറും ഒക്കെയും ചെയ്യാം. അപ്പൊ ബുള്ളറ്റ് മുളക് നമുക്ക് കൊണ്ടാട്ടം മാത്രമല്ല ഇതേപോലെ ഉണക്കി വെക്കുകയും ചെയ്യാം. അപ്പൊ കണ്ട നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. നമുക്ക് കൊട്ടക്കണക്കിന് മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് എപ്പോഴെപ്പോഴും മുളക് പറിച്ചുകൊണ്ടിരിക്കാന്ന്. കണ്ട നമുക്ക് ഇതേപോലെ ബുള്ളറ്റ് മുളക് നട്ട് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴെപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുക. കണ്ട കൊട്ടക്കണക്കിന് മുളക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മുളക് പറിച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിരുന്നണ്ട. അപ്പൊ നമുക്ക് ഇതേപോലെ കൊണ്ടാട്ടവും ഉണ്ടാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇതേപോലെ മുളക് നട്ടതിനെ കറിയിൽ ഉപയോഗിച്ചിട്ട് ബാക്കി വന്നത് നമുക്ക് ഇതേപോലെ കൊണ്ടാട്ടം ആക്കി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കും. ഇപ്പൊ വെയിലൊക്കെയാണ്. ഇപ്പൊ ഈ വെയിലിന്റെ സമയത്ത് നമുക്ക് ഉണക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു സമയമാണ്. അപ്പൊ എല്ലാവരും ഈ ടൈമിൽ മുളകൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ഇതേപോലെ കൊണ്ടാട്ടാക്കി വെക്കാം. അപ്പൊ എല്ലാവരും ബുള്ളറ്റ് മുളകൊക്കെ നടാ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.